അയ്യോ വേണ്ട വേണ്ട വേണ്ട, കിടന്നോ കിടന്നോ കിടന്നോ. ഇടിച്ച വണ്ടി നിർത്താതെ പോയി. വണ്ടി കണ്ടാലറിയാം, തമിഴ്നാട് നമ്പറാ. പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഞാൻ സാന്തൻ, ഫീൽഡ് അറിയപ്പെടുന്ന സാൻകുട്ടി എന്നാ. 3 കൊല്ലമായിട്ട് ഞാനും അകത്ത് തന്നെ ഉണ്ടായിരുന്നു. വധശ്രമം സെക്ഷൻ 307. കേസ് വായിച്ച ഞാൻ തന്നെയാ. വാദിച്ച് ഞാനൊരു നല്ല വക്കീലായെന്ന് എല്ലാവരും പറയുന്നത്. അയ്യോ പതുക്കെ പതുക്കെ, തലേനെ കണ്ട. സ്കാനിങ് എല്ലാം കഴിഞ്ഞു, എല്ലാം ഓക്കെയാ. നെറ്റിയിലെ മുറിവ് മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ചത്തുപോയില്ലല്ലോ, അത് തന്നെ മഹാഭാഗ്യം. വീട്ടിലെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറയാം. അവരാരെങ്കിലും വന്നാൽ ഒരു സഹായം ആവുമല്ലോ. 98. ആര് പറഞ്ഞിട്ട് വിളിക്കാന്ന് പറയണം. മല്ലിക. ചീട്ട് എഴുതിപ്പിച്ചപ്പം ഞാനിട്ട പേര് മേരിക്കുട്ടി എന്നാ. എന്റെ വീടിനടുത്തുള്ളതാ. ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ പശ പോലെയാ. മനസ്സിൽ ഒട്ടിപ്പിടിച്ചാ പിന്നെ പറിച്ചു കളയാൻ വലിയ പാടാ. ഈ നമ്പർ നിലവിലില്ലെന്നാ പറയുന്നേ. വേറെ നമ്പർ എന്തെങ്കിലും? ഇല്ല. വീടെവിടാ? കരിപ്പം. ഒരുപാട് ദൂരെയാ, കുടകിനടുത്ത്. ഓ, അപ്പൊ പിന്നെ പോയി ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാമെന്ന് വെച്ചാ അതും പാടാ. എന്നാ പിന്നെ ഞാൻ പോയി കഴിക്കാൻ എന്നേലും വാങ്ങിച്ചോണ്ട് വരാം. എന്നതാ സിസ്റ്ററെ? 20,000 റുപ്പീസ് കൗണ്ടറിൽ അടച്ച് ബില്ലും റെസിപ്റ്റും വാങ്ങിക്കണം. 20,000 റുപ്പീസോ? അതെ, MRI തന്നെ 12ആയി. ബില്ലടച്ചാലേ ഇനി ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൂ. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ എന്നാ ചെയ്യാനാ സിസ്റ്ററെ? എനിക്ക് ഇങ്ങനെ പറയാനേ അറിയൂ. കാശ് കൊടുക്കാതെ ചികിത്സിക്കാനേ ഇത് ധർമാശുപത്രി ഒന്നും അല്ല. കുറച്ചുകൂടെ ഡീസന്റ് ആയിട്ട് സംസാരിക്കണം. തലേ തൊപ്പി വെച്ച് വെളുത്ത ഉടുപ്പ് നടന്ന നഴ്സാകത്തില്ല. ഒരു നഴ്സാണെങ്കിൽ നെഞ്ചിനകത്തുള്ള സാധനങ്ങൾ വേണം. കരുണ, സ്നേഹം, ദയ, സത്യസന്ധത, സഹാനുഭൂതി, വാത്സല്യം. Who are you? I am doctor. I am patient ഇവിടെ വന്നാൽ. എന്താ സിസ്റ്റർ പ്രശ്നം? ബില്ല് അടയ്ക്കാൻ പറഞ്ഞതിന്റെ ബഹളാ ഡോക്ടറെ. അങ്ങനെ അങ്ങ് ബില്ലടയ്ക്കാൻ പറ്റുമോ? ഇവിടെ ചികിത്സിച്ച അസുഖം ഭേദമാകുന്നുള്ളതിന് എന്താ ഉറപ്പ്? ഞങ്ങൾക്കാണെങ്കിൽ ചികിത്സിക്കാൻ അറിയത്തില്ല. നിങ്ങൾക്ക് ചികിത്സിക്കാൻ അറിയുമെന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആദ്യം ചികിത്സ, അതിനുശേഷം പൈസ. പറഞ്ഞ നേരാ. മിസ്റ്റർ, നിങ്ങൾ എന്തു പറഞ്ഞാലും ബില്ല് അടച്ചേ പറ്റൂ. ഡോക്ടറെ ഭാര്യയെ വണ്ടി ഇടിച്ച് റോട്ടിൽ കിടന്ന ഡോക്ടർ ഭാര്യയെ ആശുപത്രി എത്തിക്കൂ, അതോ പൈസ എടുക്കാൻ ബാങ്കിൽ പോകും? ഞാൻ പറഞ്ഞ ന്യായം. നാളെ നേരം വെളുത്ത് ബാങ്ക് തുറക്കാതെ പൈസ കിട്ടത്തില്ല. അല്ലെ പേഷ്യന്റ് ഇവിടെ കിടന്നോട്ടെ, പൈസ അടച്ചിട്ട് തിരിച്ചു തന്നാ മതി. എന്താ അതിനായല്ലേ? പിന്നെ ഡോക്ടറിങ് വന്നേ. ഡോക്ടർ ഇത് ചളം കേസാ, ഒതുക്കി തീർക്കുന്ന ബുദ്ധി. നാളെ വല്ല പത്രക്കാരറിഞ്ഞാലേ നാണക്കേട് നമുക്കിവിടെ. അതുകൊണ്ട് ഡോക്ടർ വെക്കോ. സാറേ, നാളെ രാവിലെ ബാങ്കൊക്കെ തുറന്ന ശേഷം സാറ് സാവധാനം ക്യാഷ് അടച്ചാൽ മതി. പ്രശ്നം തീർന്നില്ലേ? അങ്ങനെ മര്യാദക്ക് സംസാരിക്കേ. ഇതിന്റെ പേരിലെങ്ങാനും അവൾക്ക് മരുന്ന് കൊടുക്കാതിരിക്കോ മറ്റോ ചെയ്ത ഡോക്ടറാണെന്ന് ഞാൻ നോക്കത്തില്ല. ഞാൻ ഡോക്ടറല്ല, സിസ്റ്ററാ. എല്ലാ സിസ്റ്ററും എനിക്ക് സിസ്റ്റർ അല്ല സിസ്റ്ററെ. ഞാനല്ലേലും അങ്ങനെ നാക്കെടുത്ത് വെച്ചൊരു 4 അടിപ്പൻ ഡയലോഗ് അടിച്ചാൽ ആരായാലും വീഴും. അപ്പം വിളിച്ചു സാറേന്ന്, നമ്മളെ സാറേന്ന്. പക്ഷേ നാളെ രാവിലെ 10 കഴിഞ്ഞാൽ പറഞ്ഞത് പാമ്പാവും. തിരിച്ചു കൊത്തും മുമ്പ് ഒന്നിൽ പൈസ അല്ലെങ്കിൽ എന്റെ കയ്യില് ഒരു 5,000 രൂപയുടെ അടുത്തേ ഉണ്ടാവൂ. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൂട്ടിയാലും 20,000 തികത്തില്ല. അപ്പൊ പിന്നെ ഒരു വളഞ്ഞ വഴിയെ മനസ്സിൽ തോന്നുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പേ മുങ്ങുക. ഞാൻ പുറത്ത് കാത്തു നിൽക്കാം. ആര് ചോദിച്ചാലും ചായ കുടിക്കാൻ പോണെന്ന് പറഞ്ഞാൽ മതി. ബാക്കി കാര്യം ഞാൻ ആയിക്കോട്ടെ. എടുത്തിട്ടില്ല, എടുത്തായിരുന്നു. പിൽസ് കഴിച്ചോണേ. എന്റെ ഫോൺ നമ്പർ എഴുതി പേപ്പർ ബാഗിൽ വെച്ചിട്ടുണ്ട്. വീടെത്തുമ്പോ ഒന്ന് വിളിച്ചാൽ സമാധാനമാവും. തനിച്ചു പോയാ വീടെത്തുമെന്ന് തോന്നുന്നില്ല. പോയിട്ട് ധൃതിയില്ലെങ്കിൽ. അയ്യോ, അതിനെന്നാ പ്രയാസം? ആ ബാഗ് തന്നെ. പോകുന്ന വഴിക്ക് സംക്രാന്തിയിൽ ഇറങ്ങി ദാസന്റെ വീട്ടിലൊന്ന് കയറണം. എന്റെ കൂടെ ജയിലിൽ കിടന്ന ആളാ, നല്ലവനാ. അവന്റെ ഭാര്യ ഗർഭിണിയാ. കുറച്ച് പൈസയും 5-6 എഴുത്തും കൊടുക്കണം. അത്രേ താമസമുള്ളൂ. കൊല്ലം 5 ജയിലില്. ഇനിയിപ്പോ വീടെത്താൻ 1 ദിവസം കൂടി താമസിച്ചു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാനുമില്ല, നേടാനുമില്ല. അപ്പോ കൊലപാതകമായിരുന്നു.
വേണ്ട, നന്നായിട്ട് ഉറങ്ങി. ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടായി അല്ലേ? നമുക്കിഷ്ടം തോന്നുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞുകൂടാ. അതൊരു സന്തോഷമാണ്. എന്തായിരുന്നു ജോലി? ജോലി മോഷണം, പിന്നെ അല്ലറ ചില്ലറ കൂലിത്തല്ല്. ആകാശത്തിലെ പറവകളെ പോലുള്ള ജീവിതം. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. ആരെങ്കിലും ശേഖരിച്ചു വെച്ചത് അടിച്ചു മാറ്റി ഹാപ്പിയായിട്ട് ജീവിക്കും. ജാതകത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്, മകൻ നക്ഷത്രം മേടൻ രാശി, മോഷ്ടിച്ചില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനായിട്ട് എതിർത്താൻ പോയില്ല. പക്ഷേ ഇപ്പം ജയിലിൽ പോയത് മോഷണക്കുറ്റത്തിനല്ല. ഞാൻ ചെറുവത്തൂർ എൻ്റെ നാട്ടിൽ രാത്രി ഒരു 12 മണിക്ക് എൻ്റെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് റെയിൽവേ ട്രാക്കിൽ കൂടെ വരികയായിരുന്നു. എന്റെ കർത്താവിശ്വമശിയെ, ഇത് പോളി ചേട്ടനല്ലേ? ചേട്ടന് എന്നാ പറ്റിയത്? ഇതെന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? പറയട്ടെ, അടുത്ത ഞായറാഴ്ച മേരിക്കുട്ടിയുടെ കല്യാണമല്ലേ? അത് നടക്കില്ല. നടക്കല്ലേ? എന്നാ കാര്യം? അത് മേരിക്കുട്ടിക്ക് ഇടാനുള്ള പൊന്നിന്റെ കാര്യം ഏറ്റത് ആഞ്ഞിലിക്കൽ ജോസാ. കെട്ടിന് കാശ് കൊടുക്കാന്ന് പറഞ്ഞ് അവൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് അവൻ വാക്ക് മാറ്റി. കാശ് കൊടുത്താലേ പൊന്നു തരൂന്ന്. ഞാൻ കൂട്ടിയെ കൂടില്ല. എന്റെ മുന്നിൽ വേറെ വഴിയില്ല. സാക്കുട്ടി പോയിക്കോ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചത്തതുകൊണ്ട് മേരിക്കുട്ടിയുടെ കല്യാണം നടക്കുമോ? ഇല്ല. അതും പോരാഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ അവൾക്ക് കണ്ണീരും അപ്പന്റെ വക സമ്പാദ്യം രാഗാൻ നടക്കുന്നു. കട്ട മുതൽ കൊണ്ട് മോളെ കെട്ടിക്കാൻ തയ്യാറാണ് എങ്കിൽ സ്വർണം ഞാൻ കൊണ്ടുതരാം. ആരും അറിയത്തില്ല. പോളിയേട്ടൻ വാ, കല്യാണം നടക്കും. ഈ മേരിക്കുട്ടി തന്നെ ആശുപത്രി ചീട്ടിലെ മേരിക്കുട്ടി. സൈക്കിളും ചവിട്ടി ഒരുപാട് നാൾ അവളുടെ പുറകെ നടന്നിട്ടുണ്ട്. കുടുംബ മഹിമയുടെ ഗുണം കൊണ്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്ന് വെച്ച് ആഗ്രഹം തീരത്തില്ലല്ലോ. ഒരു ദിവസം കള്ളു കുടിച്ച് 4 കാലേ നിൽക്കുമ്പോഴാ ദാണ്ട നിൽക്കുന്നു അവളുടെ അപ്പം പോളിയിട്ട മുമ്പിൽ. പേടിച്ച് നിർത്തി പറഞ്ഞു, മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടം, കെട്ടിച്ചു തരണമെന്ന്. പുള്ളിക്കാരൻ്റെ നല്ല ബുദ്ധിക്ക് തല തെറിക്കുമ്പോൾ ഒരാട്ടും 4 തെറി അത്രേ പറഞ്ഞുള്ളൂ. അടിച്ചതൊക്കെ കത്തിക്കും. അതോടെ ആ പൂതി ഞാനങ്ങ് വിട്ടു. ഒടേ തമ്പുരാൻ്റെ ഓരോ കോമഡി നോക്കണേ. കെട്ടാൻ ആഗ്രഹിച്ച പെണ്ണെ കെട്ടിച്ചു വിടാനുള്ള യോഗം ആ പുള്ളിക്കാരൻ എന്നെ ഏൽപ്പിച്ചു. അതുകൊണ്ട് അവളെ അന്തസ്സായിട്ട് കെട്ടിച്ചുവിടാൻ ഞാനങ്ങ് തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാത്രി പോയി ഒരു വീട്ടിൽ കയറി. വാടി ഇവിടെ വിടത്തില്ല. ഞാനേ ഇങ്ങനൊന്നും ജീവിക്കേണ്ടവളല്ല. ഞാനും നീ എന്റെ ചക്കരയല്ലടാ. എനിക്ക് നാണം. ഒരു നാണം. ഒരു സുന്ദരിക്കോത അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. അവളവിടെ കിടന്ന് ഉറങ്ങട്ടേത്. ഉറക്കം കുറഞ്ഞ ഗ്ലാമർ പോകുന്നത്. അതായിരിക്കും വരാത്തത്. കുട്ടികളില്ല. രാവിലെ തിരുവനന്തപുരത്ത് പോണ്ടതാ. ഒരു കേസുണ്ടേ. ഇങ്ങനെ സമയം കളഞ്ഞാൽ നേരം വിളിക്കും.